പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഇന്ത്യയിൽ പാചകവാതക വിതരണം തടസ്സപ്പെട്ടതോടെ രാജ്യത്താകെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും താഴെ വീഴുന്നു. പ്രതിസന്ധി മറികടക്കാൻ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം എണ്ണ കമ്പനികൾ നിർത്തി. ഇറാൻ യുദ്ധം കാരണം ഗൾഫ് രാജ്യങ്ങൾ ഉൽപാദനം കുറച്ചതും ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം തടസ്സപ്പെട്ടതുമാണ് ക്ഷാമ കാരണം. ഗാർഹിക കണക്ഷനും നിയന്ത്രണത്തോടെയാണ് നൽകുന്നത്. കഴിഞ്ഞയാഴ്ച വരെ ബുക്ക് ചെയ്താൽ അടുത്ത ദിവസം ഗ്യാസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ബുക്കിംഗ് ഇടവേള 25 ദിവസമാക്കിയിട്ടുണ്ട്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ അവശ്യ സാധന നിയമം പാസാക്കി. ഇതനുസരിച്ച് LPG, CNG, പൈപ്ഡ് ഗ്യാസ് തുടങ്ങിയ മുൻഗണനാ മേഖലകൾക്ക് നൽകിയ ശേഷമേ പ്രകൃതിവാതകം മറ്റുള്ളവർക്ക് ലഭ്യമാകൂ. CNG, പൈപ്ഡ് പാചകവാതകം എന്നിവ മാത്രമാണ് പ്രകൃതിവാതക വിതരണത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അവശ്യ മേഖലകളിലായ ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയ മുൻഗണനാ മേഖലകൾക്ക് മാത്രമായി വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഗാർഹികേതര മേഖലകൾക്കും പാചകവാതകം ഉറപ്പാക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആവശ്യമായ സ്റ്റോക്ക് സൂക്ഷിക്കാനും പെട്രോളിയം മന്ത്രാലയം നടപടി തുടങ്ങിയെന്ന് BPCL-ഉം IUC-യും HPCL-ഉം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ മേഖലകളിൽ പാചകവാതക ലഭ്യത ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ 3 എണ്ണ കമ്പനികളുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സമിതി രൂപീകരിച്ചു.